ഓക്കെ, അപ്പൊ വേവ് ഒപ്റ്റിക്സിലെ കുറച്ച് ന്യൂമറിക്കൽസ് നോക്കിയിട്ട് ഡ്യുവലിലേക്ക് പോവാം. വേവ് ഒപ്റ്റിക്സിൽ ആകെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക് തന്നെ ഒന്ന് നോക്കിക്കേ. റിഫ്ലക്ഷൻ വരുന്നുണ്ട്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, അതിൽ നിന്ന് ഇന്റൻസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ചോദിക്കുന്നത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടേ ചോദിക്കുള്ളൂ. ആകെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് പഠിക്കാനുള്ളത് 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഏതൊക്കെയാ പറഞ്ഞത് ഞാൻ? ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഉണ്ട്, പിന്നെ ഇന്റൻസിറ്റി. ഇതിൽ നിന്ന് രണ്ടിന്നുമായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വേറെ ഒന്നും ന്യൂമറിക്കൽ ചോദിക്കാൻ ഇതിലില്ല. തിയറി നന്നായിട്ട് നോക്കിപ്പോവും. അപ്പൊ നമുക്ക് അതിനെ ബേസ് ചെയ്ത് കുറച്ച് ചെയ്തിട്ട് ഡ്യുവലിലേക്ക് കയറാം. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോ. Consider the interference between two sources of intensities I and 4i. What will be the intensity at the points where the phase difference is pi by 2? അഭിരാം എഴുതിയില്ലേ? നീ എഴുതിക്കേ, എഴുത്. Consider the interference between two sources of intensities I and 4i. Consider the interference between two sources of intensities I and 4i. What will be the intensity at the point where the phase difference is pi by 2? Okay, അപ്പൊ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്? Intensity. Consider the interference between two sources of intensities I and 4i. What will be the intensity at the point where the phase difference is pi by 2? നമുക്ക് ഐയും 4iയും തന്നിട്ടുണ്ട്. റിസൾട്ടന്റ് ഇന്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതിന് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. A² = A1² plus A2² plus 2A1 A2 cos phi. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് പഠിക്കേണ്ട ഒരു ഫോർമുല നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി I is directly proportional to intensity is directly proportional to square of amplitude എന്നല്ലേ പഠിച്ചത്. അപ്പൊ നമുക്ക് ഐയുടെ ഫോർമുല എങ്ങനെ എഴുതാം പറ്റും? ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. ഒന്നും മനസ്സിലായില്ലല്ലേ? ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. I is directly proportional to A² ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I = A1² plus A2² plus 2A1 A2 cos phi. ഈ A1² എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? I ആയിട്ട് കൊടുക്കാം. A2² എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? 4i ആയിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഫേസ് ഡിഫറൻസ് പൈ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? pi by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? I = A1² എന്ന് പറയുന്നത് I plus A2² എന്ന് പറയുന്നത് 4i plus 2 into A1 എന്ന് പറയുന്നത് എന്താവും? A1² എന്ന് പറയുന്നതാണ് I. അങ്ങനെയാണെങ്കിൽ A1 എന്ന് പറയുന്നത് എന്താവും? √i into √4i cos pi by 2. അപ്പൊ ഈ ടേം എന്തായി പോയി? ഇതെങ്ങനെ വന്നതാണോ റൂട്ട്? A1² എന്ന് പറഞ്ഞാൽ I അല്ലേ?
അപ്പൊ A1 എന്ന് പറയുമ്പോ എന്തായിരിക്കും? √i. സൗരഭ് ക്യാമറ ഓൺ ചെയ്ത്. അപ്പൊ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന I = I+4i, ദാറ്റ് ഈസ് 5i. അപ്പൊ ഫേസ് ഡിഫറൻസ് π/2 ആകുമ്പോൾ നമ്മുടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എത്ര വരും? 5i എന്ന് വരും. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി ചോദിച്ചാലും എന്ത് ചെയ്യാം? റിസൾട്ടന്റ് ഇന്റൻസിറ്റി ചോദിച്ചാലും ഏത് ഫോർമുല തന്നെ യൂസ് ചെയ്യാം? നമ്മൾ പഠിച്ച സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചത് ഓർമ്മയില്ലേ? രണ്ട് വേവ് തമ്മിൽ കമ്പൈൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആ രണ്ട് വേവിന്റെയും ആംപ്ലിറ്റ്യൂഡിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നതാണ് നമ്മൾ A² = A1² + A2² + 2A1A2 cos phi എന്ന് എഴുതിയത്. അതിൽ നിന്ന് ആകെ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ദേവക്ക് മനസ്സിലായ? ആകെ ഈ രണ്ട് ടോപ്പിക് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ന്യൂമറിക്കൽസ് എല്ലാം നമുക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ളതെല്ലാം തിയറിയാ വരുന്നത്. ഇന്റൻസിറ്റിയുടെ ഏരിയ നോക്കുക, അതുപോലെ തന്നെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അച്ചിന്ത എഴുതി കഴിഞ്ഞ? സൗരഭ് എഴുതിയാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ആശ കഴിഞ്ഞ? കഴിഞ്ഞില്ലെങ്കിൽ എഴുതിക്കോട്ടെ, എഴുതി കഴിഞ്ഞിട്ട് മതി. എന്ത് ഇത് cos phi എന്ന് പറയുന്നത് എന്തായി പോകും? 0 അല്ലേ? cos π/2 cos 90. അപ്പൊ ഈ ടേം ഫുള്ള് 0 ആയി പോയില്ലേ? ഇൻഡു ചെയ്യും. π/2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കോസ് പൈ എന്ന് പറഞ്ഞാൽ 180 അല്ലേടാ? പൈ എന്ന് പറഞ്ഞാൽ 180. പൈ 180 ആണെങ്കിൽ π/2 എന്ന് പറയുമ്പോൾ 180/2 90. മനസ്സിലായോ? അപ്പൊ 0 ആയതുകൊണ്ട് ഇതിന്റെ കൂടെയുള്ള ഈ ടേം എല്ലാം എന്തായി പോയി? 0 ആയി പോയി. പിന്നെ ബാക്കിയുള്ളത് I+4i 5i. മനസ്സിലായോ? ഈ ഫോർമുല വന്നത് മനസ്സിലായല്ലോ? ആംപ്ലിറ്റ്യൂഡിന്റെ ഫോർമുല തന്നെ. ആംപ്ലിറ്റ്യൂഡിന്റെ കേസ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത്. ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, സത്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. In a Young's double slit experiment, അത് ഇത്ര ആയല്ലോ, കഴിഞ്ഞല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ആൻസർ കിട്ടിയല്ലോ. In a Young's double slit experiment, the slits are repeated at 0.24 millimeter. 0.24 millimeter. The slits are repeated at 0.24 millimeter. The screen is 0.24 millimeter. The screen is 1.2 meter away from the slits. The screen is 1.2 meter away from the slits. The screen is 1.2 meter away from the slits. The fringe width equal to fringe width beta. Fringe width is given as 0.3 centimeter. 0.3 centimeter. Calculate the wavelength of the light used. Calculate the wavelength of the light used. Anandunde poya evidengilum. The fringe width beta is given as 0.3 centimeter. Calculate the wavelength of the light used. Fringe width equal to 0.3 centimeter. Calculate the wavelength of the light used. Calculate the wavelength of the light used. അത് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല.
ആകെ 2 ടോപ്പിക്കേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ന്യൂമറിക്കലി ആയിട്ട് ചോദിക്കുന്നത്, ന്യൂമറിക്കൽസ് ചോദിക്കാൻ അത് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്താ? ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്ലിറ്റ്സ് ആർ റിപ്പീറ്റഡ് അറ്റ് 0.24 millimeter. സ്ലിറ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒന്ന് മനസ്സിൽ വരണം, എന്നാലും മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് സോഴ്സ് ആണെങ്കിൽ ഇത് നമ്മൾ സ്ക്രീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ലിറ്റ് 1, ഇത് സ്ലിറ്റ് 2. ഇവിടെ നിന്ന് ലൈറ്റ് പോകുന്നു. ഇവിടെ ആയിരിക്കും നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്തത്? സ്മോൾ ലെറ്റർ ഡി. അത് മില്ലിമീറ്റർ തമ്മിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഡി വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഇനി ശ്രദ്ധിച്ച്, ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ സ്ലിറ്റ്സ് ആർ റിപ്പീറ്റഡ് അറ്റ് 0.24 millimeter. സ്ലിറ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ സ്ലിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്രയാന്ന് തന്നിരിക്കുന്നത്? 0.24 millimeter. അപ്പൊ ഡി ഈക്വൽ ടു 0.24 millimeter ആണ് തന്നു. പിന്നെ തന്നിരിക്കുന്നത് സ്ക്രീൻ ഈസ് 1.2 meter away ഫ്രം ദ സ്ലിറ്റ്. സ്ക്രീൻ എന്ന് പറയുന്നത് ഈ സ്ലിറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 1.2 meter ആണ്. കണ്ട, 1.2 meter സ്ലിറ്റ്. ഇതാണ് സ്ലിറ്റ്. സ്ലിറ്റിൽ നിന്ന് സ്ക്രീനിലാണ് നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സ്ലിറ്റിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് 1.2 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിയുടെ വാല്യൂ കിട്ടി. ഡി ഈക്വൽ ടു 1.2 meter ആണെന്ന് കിട്ടി. ഓക്കെ, പിന്നെ തന്നിരിക്കുന്നത് ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഈക്വൽ ടു എത്രയാന്ന് തന്നിട്ടുണ്ട്? 0.3 centimeter ആണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്. വേവ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ അറിയാം. ഫ്രിഞ്ച് വിഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഇതാണ് നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ പഠിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, ഇനി ചെയ്യാൻ പറ്റില്ലേ? ലാംഡ ഈക്വൽ ടു ബീറ്റ ഡി ഡിവൈഡഡ് ബൈ ഡി. മില്ലിമീറ്റർ എല്ലാം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യുക, കൺവേർട്ട് ചെയ്ത് ആൻസർ പറഞ്ഞു. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ബാക്കി കാൽക്കുലേഷൻ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യേ. കൺവേർഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണേ. ആൻസർ എത്ര കിട്ടി? 6 × 10⁻⁷ 7. നിന്റെ എവിടെ പോയത്? കൺവേർട്ട് ചെയ്തായിരുന്നല്ലോ. ഒരു 0 കൂടിപ്പോയതാണോ ഇവിടെ? (10⁻³ അല്ലേ വരുള്ളൂ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ? 0.24 കൂടെ ആക്കിയതാ. പിന്നെ എവിടെയോ പോയിട്ടുണ്ടല്ലോ. അപ്പൊ ആ മീറ്റർ കൺവേർഷനിലാണ് പോയിരുന്നേ. എത്ര കിട്ടി? 6 × 10⁻⁻6 തന്നെ കിട്ടിയോ? നോക്കട്ടെ. ചിലപ്പോ 6 ആയിരിക്കും. നോക്കട്ടെ. (2.4 × 10⁻⁻3). ഇതിനെയും പിന്നെയും കൺവേർട്ട് ചെയ്തല്ലേ? ഇപ്പൊ 5 ഒരു മിനിറ്റ്. 0.3 8 9 കിട്ടി. നീ ഒന്നും പവർ കിട്ടാനില്ലല്ലോ വേറെ ആർക്കും. എനിക്ക് 7 കിട്ടിയത്. ആർദ്ര സൈഡിലൊന്നും എഴുതുന്നുണ്ടേ. 0.24 × 10⁻⁻3. ഒരു മിനിറ്റ്. എനിക്ക് 7 കിട്ടിയതാ ഞാൻ പറഞ്ഞത്. D ഈക്വൽ ടു 1.2. ഒരു മിനിറ്റ്. 1.2 ഡിവൈഡഡ് ബൈ ബീറ്റയുടെ വാല്യൂ
സെവൻ കിട്ടിയില്ലേ? ആ 7 ആണ് കറക്റ്റ്. 0.3 into 10⁻² into t. ഇത് മിക്കവാറും കുറച്ച് കാൽക്കുലേറ്റർ ആവശ്യമില്ല. ആ അതാ 0.3നെ നമ്മള് ഇപ്പൊ 0.3 into 10⁻². അത് 3 into ആക്കുമെങ്കിൽ 3യുടെ ടേമിലേക്ക് ആക്കുമെങ്കിൽ 7 കിട്ടും. ആ 8ഓ? ഇനി നോക്കട്ടെ, എല്ലാവർക്കും പല പവറാ കിട്ടുന്നത്. 3 ഞാനുള്ള സെന്റിമീറ്റർ ആക്കി. അപ്പൊ 3 into 24 10⁻³ ഡെസിമൽ എല്ലാം മാറ്റി 10 വെച്ച് ഡിവൈഡ് ചെയ്തല്ലാതെ. ഇപ്പൊ 0.24നെ നമുക്ക് 0.24 into 10⁻³ ആ അത് വേണമെങ്കിൽ ഇപ്പൊ 2.6 അല്ല, ഞാനിവിടെ 3 സെന്റിമീറ്ററിന് 3 into 0.3 into 10⁻²നെ 3 into 10⁻³ നടത്തായിരുന്നു. 6 ആണോ കിട്ടുന്നത്? 6 ആയിരിക്കും. ആ ഇത് കഴിഞ്ഞു ഇവിടെ ഫുൾ ആൻസർ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഏത് 0.6 ഞാൻ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് 0.7 കിട്ടിയത്. പക്ഷെ എനിക്ക് 0.7 കിട്ടിയത്. 3 into 10⁻³ അതെ 0.3 into 10⁻² ഡയറക്റ്റ് എടുത്തവർക്കാണ് 10⁻⁻6 കിട്ടിയത്. ഓക്കെ, ഞാൻ ചെയ്തപ്പോഴത്തേക്കും 3 into 10⁻⁻4 ആക്കി എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് 10⁻⁻7 വന്നത് ചെയ്തപ്പോ. എന്നാലും ഫൈനൽ ആൻസർ കിട്ടേണ്ടതായിരുന്നു 7 തന്നെ. ഓക്കെ, ആ കറക്റ്റ് ആൻസർ 7 ആണ് കണ്ടത്. ഞാൻ ആ രീതിയിലാ ചെയ്തതാ ഞാൻ പറഞ്ഞത്. 7 ആ കിട്ടിയത്. ആ അത് കറക്റ്റ് ആണ്. ചെയ്ത രീതി കറക്റ്റ് ആണ്. അത് നിനക്ക് ഫൈനൽ ആൻസർ അവിടെ നിന്ന് കിട്ടി. ആ പിന്നെന്താ പ്രശ്നം? 6 into 10⁻⁻7 ആണ് കിട്ടേണ്ടത്. ഇപ്പൊ ഈ 6 കിട്ടിയവർക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തപ്പോ 0.3 into 10⁻⁻², അത് 3 into 10⁻⁻³ ആക്കി എടുത്തത്. ഓക്കെ, അങ്ങനെയാണ് 10⁻⁻7 കിട്ടിയത്. അല്ലാതെ ഇങ്ങനെ ചെയ്തവർക്കായിരിക്കും 6 കിട്ടിയിട്ടുണ്ടാവും. ആ പിന്നെ എന്ത് വെച്ച് കിട്ടിയാ 6 7 കിട്ടിയാ? ആ 0.3നെ 10⁻⁻³ ആക്കി മാറ്റി. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ 3 വരും. ശരിയാ, 10⁻⁻³ വരും കേട്ടാ. എന്തേ പ്രശ്നം? 8 ഒന്നും അല്ല, 10⁻⁻³ വരുള്ളൂ. 0.3 അല്ലേ? 3 into 10⁻⁻³ വരില്ലേ? ആ അപ്പൊ 0.3 അല്ലേടാ. അപ്പൊ ഞാൻ 3ലേക്ക് ആക്കി 3 into 10⁻⁻³ വരില്ലേ? ഇതിലാക്കാണ്ട് ചെയ്തിട്ട് ഇവിടെ ഇതൊക്കെ എങ്ങനെ വന്നത്? 0.006 into 10⁻⁻6. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കുക. ഈ പോയിന്റ് കൂടുതൽ ഈ ഫ്രാക്ഷൻ ഡിജിറ്റിലേക്ക് വരുന്തോറും കോംപ്ലിക്കേറ്റഡ് ആവും. കൺവേർട്ട് ചെയ്ത് ചെയ്യണമായിരിക്കും കൂടുതലും നല്ലത്. നോക്കട്ടെ, ഞാനിപ്പോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 0.3 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 0.3 സെന്റിമീറ്ററിന് നമുക്ക് 0.3 into 10⁻². അതിനെ ഇപ്പൊ 3ലേക്ക് ആക്കുമ്പോൾ 3 into 10⁻³ വരുമല്ലോ അത്. പിന്നെ ഇതിനെ നമുക്ക് 0.24 into 10⁻³ അതിനെ നമുക്ക് 2.4 into 10⁻³ എന്നാക്കാം. സോറി -4 എന്നാക്കാം. അങ്ങനെ ആക്കുമെങ്കിൽ ബാക്കി നമുക്ക് ലാംഡ ഈക്വൽ ടു
beta d by d. Beta equal to beta എത്ര വരുന്നത് 3 into 10 raised to minus 3 into 2.4 into 10 raised to minus 4 divided by 1.2. ഇത് 2. അപ്പോൾ ബാക്കിയുള്ളത് 3 into 2 6 into 10 raised to 7 ഇങ്ങനെയാണ് കിട്ടി. ഇതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡബിൾ സ്ലിറ്റ് തന്നെ ഒരെണ്ണം കൂടെ ചെയ്യാം. ഓക്കെ, ഇന്ന് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. എഴുത്. ഇന്ന് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. While using a source of light of wavelength, while using a source of light of wavelength, while using a source of light of wavelength 5 into 10 raised to minus 7 meter, 5 into 10 raised to minus 7 meter, the fringe width obtained is 5 into 10 raised to minus 7 meter. 5 into 10 raised to minus 7 meter, and the fringe width obtained is 6 into 10 raised to minus 3 meter. 6 into 10 raised to minus 3 meter. Fringe minus 3 meter. If the distance between the slit and the screen, if the distance between the slit and the screen slit അമറൊക്കെ ഫസ്റ്റ് ടൈമാണ് വേർഡ് കേൾക്കുന്നത്. ഗൗരിനെ എനിക്കറിയാം, പ്രശ്നമുണ്ട്. സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ ഈസ് റെഡ്യൂസ് ടു ഹാഫ്, ഈസ് റെഡ്യൂസ് ടു ഹാഫ്, reduced to half. Calculate the new fringe width. Calculate the new fringe width. Calculate the new fringe width. Huh? ഓക്കെ, കിട്ടാത്തവര് ശ്രദ്ധിച്ചോ. കിട്ടിയവർക്ക് ആൻസർ അഖിലിന് മാത്രമല്ലേ കിട്ടിയുള്ളൂ, വേറെ ആർക്കെങ്കിലും കിട്ടിയാ? അനന്തുന് കിട്ടിയാ? ഓക്കെ ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ? ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വൈൽ യൂസിങ് എ സോഴ്സ് ഓഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു 5 into 10 raised to minus 7 meter. The fringe width obtained is fringe width beta equal to 6 into 10 raised to minus 3 meter ആണ് നമുക്ക് ഈ വേവ് ലെങ്ത് വെച്ച് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് 6 into 10 raised to minus 3 meter ആയിരുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? The distance between slit and the screen. അപ്പൊ മനസ്സിലായല്ലോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ക്യാപിറ്റൽ ഡി. ആ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് റെഡ്യൂസ് ടു ഹാഫ്, പകുതിയായിട്ട് മാറി. അപ്പോഴുള്ള ഫ്രിഞ്ച് വിഡ്ത്ത്, ന്യൂ ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ വേറെ ക്വാണ്ടിറ്റീസ് ഒന്നും തന്നിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താ? ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബീറ്റയും ലാംഡയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ബീറ്റ ബൈ ലാംഡ ഈക്വൽ ടു ഡി ബൈ ഡി. ബീറ്റ ബൈ ലാംഡ ഈക്വൽ ടു ഡി ബൈ ഡി. ദെൻ ബീറ്റ ബൈ ലാംഡ ഈക്വൽ ടു ഡി ബൈ ഡി എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ബീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 6 into 10 raised to minus 3 meter divided by 5 into 10 raised to minus 7 meter. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 1.2 into 10 raised to 4. 1.2 into 10 raised to 4 എന്ന് നമുക്ക് ബീറ്റ, അതായത് ഡി ബൈ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി 1.2 into 10 raised to 4 എന്ന് കിട്ടി. അപ്പോൾ ഡി ബൈ ഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ന്യൂ ഫ്രിഞ്ച് വിഡ്ത്ത്. ന്യൂ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ബീറ്റ ഈക്വൽ ടു, പുതിയ ഫ്രിഞ്ച് വിഡ്ത്തിന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മുടെ ബീറ്റയുടെ ഇക്വേഷൻ ഇത് തന്നെയാണ്.
അപ്പൊ പഴയ ഇതിൽ വെച്ച് നമ്മൾ d/d കണ്ടുപിടിച്ചു. ഇനി പുതിയ ഫ്രിഞ്ച് വിട്ടിന്റെ കണ്ടീഷൻ എന്താ? സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താന്നാ പറഞ്ഞേക്കുന്നത്? ഹാഫ് ആയി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ബീറ്റ ഈക്വൽ ടു ലാംഡ, ഡിയുടെ വാല്യൂ എന്തായി? ഹാഫ് ആയി. d/2 ഡിവൈഡഡ് ബൈ d. ദാറ്റ് ഇസ് ബീറ്റ ഡാഷ് ഈക്വൽ ടു ലാംഡ d ഡിവൈഡഡ് ബൈ 2d. ഓക്കെ, ഈ d/dയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ലാംഡയുടെ വാല്യൂ ബീറ്റ ഈക്വൽ ടു ലാംഡയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 5 into 10⁻⁻7 ഇൻറ്റു d/dയുടെ വാല്യൂ അറിയാം 1.2 into 10⁻⁴ ഡിവൈഡഡ് ബൈ 2. കിട്ടിയോ? ആ, ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഭാഗ്യം പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്നൊക്കെ ചോദിച്ച ന്യൂമറിക്കലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു കഴിഞ്ഞ പേപ്പർ. ആകെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ആകെ ഇതിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ ഈ ഒരു ഫ്രിഞ്ച് വിട്ട് ഇന്റൻസിറ്റി അത് നന്നായിട്ട് നോക്കിയിട്ട് പോവാ. ഇതുപോലും കിട്ടിയിട്ട് ആൻസർ കിട്ടാത്തവരുണ്ട്. അപ്പൊ എന്താ പറയാ, മാക്സിമം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. ആ SLR ഞാൻ പറഞ്ഞ ബുക്കില്ലേ, അതിൽ അത്യാവശ്യം നന്നായിട്ട് സോൾവ്ഡ് ആണ്. അത് ഏകദേശം സോൾവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പോയി എക്സാം എഴുതാൻ പറ്റും. ന്യൂമറിക്കൽ ഒന്നും പോവില്ല. അത് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉള്ളത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. റിവിഷൻ തുടങ്ങാൻ പോണേല്ലേ, പഠിച്ചു തുടങ്ങിക്കോ. ഓരോരുത്തരും പഠിച്ചു തുടങ്ങിക്കോ. ഇവിടെ പോർഷൻ തീരുമ്പോ നമുക്ക് തുടങ്ങാം. ഏത്? ആ, അത് വണ്ണായി പോവാ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയില്ലേ? 3 into 10⁻². അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒരു ടൈപ്പ് കൂടെ നമുക്ക് ചെയ്യാം. അതാണ് കൂടുതലും പിന്നെ വന്ന് കണ്ടേക്കുന്നത്. ഈ 2 ടൈപ്പുമാണ് ചോദിച്ച് കണ്ടേക്കുന്നത് പ്രീവിയസ് പേപ്പറിൽ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് സിംഗിൾ സ്ലിറ്റിന് നിങ്ങൾക്ക് വേറെ ന്യൂമറിക്കൽ ഒന്നും ചോദിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ പഠിക്കാനുണ്ടായിരുന്നോ? പഠിപ്പിച്ചിട്ടില്ല. ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞായിരുന്നു, എന്നാലും നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തിട്ടില്ലല്ലോ. ഞാനിവിടെ എന്തായാലും എടുത്തതാ സംഭവം. സിംഗിൾ സ്ലിറ്റ് നേരത്തെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും ഇപ്പൊ പ്രശ്നമില്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്തായാലും എടുത്തതാ, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, എടുത്തിക്കോ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് the slits are separated by 0.28 millimeter, and the screen is placed 1.4 meter away, and the screen is placed 1.4 meter away. The distance of the fourth bright fringe is measured to be 1.2 centimeter. Determine the wavelength of the light used. Centimeter. Determine the wavelength of the light used. And lambda divided. പിന്നെ ഞാൻ ഇവിടെ ഒരു സീറ്റ് ഉണ്ട് കേട്ടാ. നിനക്ക് വേണ്ട, എനിക്ക് വേണം, നീ ഇവിടെ ഇരിക്കണമെന്ന്. ചെയ്യാൻ പറ്റുമോ നോക്കിയൊന്ന്? പറ്റും. എന്നാ ഗൗരി ബോർഡിൽ ചെയ്യണോട്ടാ.
വേറെ ആരും ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്തുതരാം. ഡബിൾ സ്ലിറ്റ് എന്നാണ് ന്യൂമറിക്കൽസ്. വേറെ ചോദിക്കാൻ നമുക്കൊന്നുമില്ല, പിന്നെയുള്ള ഇന്റൻസിറ്റിയുടെ പോർഷനേ ഉള്ളത്. ആ ഇന്റൻസിറ്റി നന്നായിട്ട് നോക്കിയിട്ട് പോണം. വേറെ ഫോർമുലാസ് ഒന്നും ഇല്ലല്ലോ അതിൽ ചോദിക്കാൻ വേണ്ടി. സിലബസ് ഇപ്പൊ കുറച്ചുകൂടെ ഇതായിരിക്കണത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ഓക്കെ, എന്താ കിട്ടാൻ ചാൻസ് ഉണ്ട് ആൻസർ? ഗൗരിനെ കൊണ്ടായി ഇരിക്കാൻ പോണേ, ഞാൻ തുടങ്ങണമേ ഉള്ളു. ഓക്കെ, ഇനി നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് the slits are separated by d equal to 0.28 millimeter, that is 0.28 into 10 raised to minus 3 meter, and the screen is placed 1.4 meter away എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ D equal to 1.4 meter. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഡിസ്റ്റൻസ് ഓഫ് ദ ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഈസ് മെഷർഡ് ടു ബി 1.2 സെന്റിമീറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? നമ്മൾ പാത്ത് ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിച്ച് ഓർക്കുന്നില്ലേ? ആ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചില്ലേ? ഡിറൈവ് ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ ആ രണ്ട് പാത്ത് ഡിഫറൻസ് കാണിച്ചായിരുന്നു. പാത്ത് ഡിഫറൻസ് ഡിറൈവ് ചെയ്ത് കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീറ്റ ഈക്വൽ ടു ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്നൊക്കെ വന്നില്ലേ? ഇത് നമ്മൾ എവിടെ നിന്നാണ് ഈ ബീറ്റ, അതായത് ഈ ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്ക് എവിടെ നിന്നാ കിട്ടിയത്? രണ്ട് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ x1 ഈക്വൽ ടു x1 n ലാംഡ ഡി ബൈ ഡി, x2 എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 2 ആകും, n ലാംഡ ഡി ബൈ ഡി. ഇങ്ങനെ നമ്മൾ എഴുതിയത് ഓർക്കണ്ടേ? ഇവിടെ നിന്നല്ലേ നമ്മൾ ബീറ്റ ഈക്വൽ ടു, ഇപ്പോ 1 ആണെങ്കിൽ x1 എന്നിന്റെ വാല്യൂ 1 ആയിരിക്കും, x2 എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 2 ആയിരിക്കും. ഇവിടെ നിന്നാണ് നമുക്ക് ബീറ്റ എന്ന് പറയുന്ന സംഭവം കിട്ടിയത്, ഫ്രിഞ്ച് വിഡ്ത്ത്. അതായത് രണ്ട് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസിനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറഞ്ഞ് പഠിച്ചത്. അപ്പൊ ഇത് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇവിടെ തന്നിരിക്കുന്ന എന്തിന്റെ കേസാണ് തന്നിരിക്കുന്നത്? ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് തന്നിരിക്കുന്നത്. ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ x4 ഈക്വൽ ടു n ലാംഡ ഡി ബൈ ഡി. ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ എത്രയാണോ തന്നേക്കുന്നത്? ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ വാല്യൂ 1.2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? 4. ഇവിടെ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന്? ലാംഡ. അപ്പൊ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാംഡ കിട്ടില്ലേ? വേഗം ചെയ്തോ, ഇനി വാ വാ, നീ കഴിഞ്ഞല്ലേ? വാ, അനന്തിന് കിട്ടിയാ? എഴുതിക്ക്. 6 into 10 raised to minus 7. ഇത് പിന്നെയും പോയ ഏത് ഇക്വേഷൻ വായിച്ചു തരാൻ? എന്റെ കണ്ണ് കാണല്ലേ നിനക്ക്? ഫ്രണ്ടിൽ വന്നിരിക്കണം x4 ഫോർത്ത് ഫ്രിഞ്ച് എന്ന് പറഞ്ഞ പിന്നെ എന്തിനാ പല്ലക്കിട്ട് വിട്ടൂടാ? നീ എഴുതിയത് നോക്കല്ലേ, നീ ക്വസ്റ്റ്യൻ നോക്ക്. എല്ലാവരും എഴുതണ്ടേ നമുക്ക്? ഞാനതൊക്കെ വിട്ടു. നീ വന്നില്ലല്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? റെക്കോർഡാണ്, ഇതെല്ലാം കേൾക്കാൻ പറ്റും. നീ പറഞ്ഞതും കേൾക്കാൻ പറ്റും. എന്താടാ? 6 into 10 raised to minus 7 കിട്ടിയാ? സേറൊക്കെ കിട്ടിയാ? മനസ്സിലാവുന്നുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നിൽക്കണേ. ഏത് ചാപ്റ്ററിന്റെ മെറ്റീരിയൽസ് കിട്ടിയാ അത് പറഞ്ഞാൽ മതി. വേവ് ഒപ്റ്റിക്സ് കിട്ടിയായിരുന്നു? വേവ് കിട്ടി. ഇന്ന് ഡ്യുവല് കിട്ടിയോ? ഇപ്പൊ അത് തരാം. കൊടുത്തായിരുന്നു, കിട്ടിയില്ലേ? തരാട്ടെ. ബാക്കിയുള്ള മെറ്റീരിയൽസ് അടുത്ത ക്ലാസ്സിൽ തരാട്ടെ. ഇപ്പൊ കൊടുത്തല്ല ഞാൻ ഡ്യുവല്. ഞാനില്ലായിരുന്നു ഇവിടെ. ഓ
അവിടെ ഒരു സീറ്റ് ഉണ്ട്. എന്താ തന്നെന്ന് വിചാരിച്ചു. ഇവിടെ ഇത് ഓരോരുത്തരുടെ കൺസെപ്റ്റ്. നിനക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ നീ തരത്തില് ചെയ്തോ. പഠിച്ചാ മതി. ഞാൻ എന്തോ പറയാ, നീ വല്ലപ്പോഴും കൂടി വരും. ഇല്ല, ഈ മാസം എന്തായാലും ഇല്ല സ്റ്റഡി സെഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തോ, ഇത് നടത്താം. കഴിഞ്ഞ ഗൗരി എഴുതി കഴിഞ്ഞ ആശക്ക് കിട്ടിയായിരുന്ന? കിട്ടി. ഗൗരി കഴിഞ്ഞ? ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. മതി ട്ടാ. If two slits in Young's double slit experiment, if two slits in Young's double slit experiment, if two slits in Young's double slit experiment have width ratio 4:1, 4:1. Width ratio a1 square by a2 square directly proportional to I maximum by I minimum. Adille. Deduce the ratio of intensity. Deduce. Alla question ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, അതാ പ്രശ്നം. Width ratio is 4:1. Width ratio is 4:1. Deduce the ratio of intensity. Deduce the ratio of intensity. Alvin. Deduce the ratio of intensity of maxima ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം. And minima in the interference pattern. Maxima and minima in the interference pattern. Okay, question കഴിഞ്ഞിട്ടാ ഞാൻ ഒന്നുകൂടെ പറയാണ്. If two slits in Young's double slit experiment have width ratio 4:1. Width ratio 4:1. Deduce the ratio of intensity. Deduce the ratio of intensity. അച്ഛന്റെ എഴുതുന്നുണ്ട്. അച്ഛന് ആൻസർ ഒക്കെ കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ അച്ഛൻ്റെ ഒന്ന് പറയണോട്ട് ആൻസർ. ഓക്കെ, അച്ഛൻ എവിടെ എത്തി? റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാക്സിമ ആൻഡ് മിനിമ ഇൻ ദ ഇന്റർഫറൻസ് പാറ്റേൺ. മാക്സിമ ആൻഡ് മിനിമ ഇൻ ദ ഇന്റർഫറൻസ് പാറ്റേൺ. അച്ഛൻ വേഗം ചെയ്ത് പറഞ്ഞേ. ഇൻ ദ ഇന്റർഫറൻസ് പാറ്റേൺ. മാക്സിമ ആൻഡ് മിനിമ ഇൻ ദ ഇന്റർഫറൻസ് പാറ്റേൺ. ആ 4:1 അല്ല 9:1 വരും. അഖിലിന് കിട്ടിയില്ലേ ഇത്? റേഷ്യോ കണ്ടുപിടിക്കാനാണ്. റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാക്സിമം ആൻഡ് മിനിമ, അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ സ്ലിറ്റ് വിത്തിന്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. a1 സ്ക്വയർ ബൈ a2 സ്ക്വയർ ഈക്വൽ ടു 4/1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് സ്ലിറ്റ് വിട്ട്. a1 a2 എന്ന് പറയുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു പഠിപ്പിച്ചപ്പോ. സ്ലിറ്റ് വിട്ട് ആണ്. അപ്പൊ സ്ലിറ്റ് വിത്തിന്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിരുന്നത് 4:1 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോ
A1 square by A2 square equal to 4 by 1. അതായത് 4:1 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് A1 by A2 equal to എന്തെന്ന് എഴുതാം? 2 by 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ A1 equal to 2A2 എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഇനി I max intensity, maximum intensity by minimum intensity equal to A1 square plus A2 square divided by A1 square minus A2 square. അത് ഹോൾ സ്ക്വയർ ആയിട്ട് കൊടുത്താൽ മതി. നല്ലത്. ഓക്കെ, A1ന്റെ വാല്യൂ നമുക്ക് 2A2 plus A2 the whole square divided by 2A2 minus A2 the whole square equal to 2A2 plus A2 3A2 the whole square divided by 2A2 minus A2 A2 square, that is 9A2 square by 1A2 square. അപ്പോൾ intensity maximum I max by I minimum equal to 9 by 1, that is 9:1. കിട്ടിയായിരുന്നോ 9:1? ഓക്കെ, ടൈമൊക്കെ പോയി. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ ചാപ്റ്റർ തുടങ്ങി നോക്കാം. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. സിമ്പിൾ ചാപ്റ്റർ ആണ്, കുറച്ചുള്ളൂ. ഈ പേജ് കണ്ടല്ലോ, ആകെ 3 പേജ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഡ്യുവൽ എന്ന് പറയുമ്പോ എന്താ മീൻ ചെയ്യുന്നത്? ഡ്യുവൽ 2. അപ്പോ എന്താ, മാറ്ററിനും റേഡിയേഷനും 2 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാന്ന് പറയാവോ? നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാലേ, പഠിച്ചിട്ടില്ലേ? വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ. ഡ്യുവൽ എന്ന് പറയുമ്പോൾ വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ. അപ്പോ മാറ്ററിനും റേഡിയേഷനും 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്. വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പഠിപ്പിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ എമിഷൻ. ഓക്കെ, ഇലക്ട്രോൺ എമിഷൻ. ഇത് ഞാൻ പറയുന്ന സെന്റൻസ് ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുമെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽ വായിച്ചു കഴിയുമ്പോൾ ഇപ്പൊ തന്നെ പഠിച്ചെടുത്ത് പറഞ്ഞു പോണത് പഠിച്ചു തന്നെ പോവാ. ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുമ്പോൾ മെറ്റൽസ് ഇല്ലേ, മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നുള്ള കാര്യം അറിയാലോ. ഒരു മെറ്റൽ ഞാൻ കൺസിഡർ ചെയ്യുന്നു, ആ മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഫ്രീ ഇലക്ട്രോൺസിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഫ്രീ ഇലക്ട്രോൺസിന് ഈ മെറ്റൽസിൽ തന്നെ മൂവ് ചെയ്യാം, പക്ഷെ ഇതിന് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് എ മെറ്റൽ ഇസ് കോൾഡ് ഇലക്ട്രോൺ എമിഷൻ. കിട്ടിയ ഒരു മെറ്റൽ കൺസിഡർ ചെയ്യുക, ആ മെറ്റലിന്റെ സർഫസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫ്രീ ഇലക്ട്രോൺസിന് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിന് ഈ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ, ആ സെന്റൻസ് ഒന്ന് ഇപ്പൊ തന്നെ കിട്ടിക്കേ. പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് ദ മെറ്റൽ. ഇലക്ട്രോണിന് ഈ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകണം. ആ ഒരു ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്യുന്ന ആ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഇലക്ട്രോൺ എമിഷൻ. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നത്. സർഫസിൽ നിന്ന് ഇലക്ട്രോണിന് പുറത്തേക്ക് പോവുക, ആ ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്യിക്കുന്ന ആ പ്രോസസ്, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോൺ എമിഷൻ. ഇനി എന്തുകൊണ്ടാണ് ഇലക്ട്രോണിന് ഈ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്തത്? ഇതിന് ഇതിൽ തന്നെ മൂവ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇതിന് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇലക്ട്രോണിന് എന്ത് ചാർജാ ഉള്ളത്? നെഗറ്റീവ് ചാർജ്. അപ്പോ ഇലക്ട്രോൺ ഇതിന്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഈ മെറ്റൽ സർഫസ് ഒരു പോസിറ്റീവ് ചാർജ് ഗെയിൻ ചെയ്യും.
പോസിറ്റീവ് ചാർജ് ഗെയിൻ ചെയ്ത് ആ ഇലക്ട്രോണിനെ ലോക്ക് ചെയ്ത് കളയും. ഇലക്ട്രോൺ പുറത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുമ്പോൾ അതിനത് ഹോൾഡ് ചെയ്ത് പിടിക്കും. മെറ്റൽ സർഫസ് അപ്പൊ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് ചാർജ് ഗെയിൻ ചെയ്ത് ആ ഇലക്ട്രോണിനെ ലോക്ക് ചെയ്യും. അതുകൊണ്ട് അതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ പല പല പ്രോസസ്സ് വെച്ചിട്ടാണ് ആ ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യിക്കുന്നത്. അപ്പൊ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് ഈസ് കോൾഡ് ഇലക്ട്രോൺ എമിഷൻ. കിട്ടിയ ഇലക്ട്രോൺ എമിഷൻ കിട്ടിയ ഫസ്റ്റ് ടോപ്പിക് ആണ്. ഇത് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. അപ്പൊ വേഗം എഴുതിക്കോ, ഇലക്ട്രോൺ എമിഷൻ. ഇലക്ട്രോൺ എമിഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ പറഞ്ഞു തന്നെ. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നോട്ട്സ് മതിയാ? കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെങ്കിൽ തരാം. കാരണം മെറ്റീരിയലില് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വായിക്കുമ്പോ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തരാം. എന്ത് വേണം? ഡീറ്റെയിൽ ആയിട്ട് തരട്ടെ? അപ്പൊ നമുക്ക് നോക്കാലോ. ഓക്കെ, വി നോ ദാറ്റ്, എഴുതിക്കോ, വി നോ ദാറ്റ് metals have free electron. We know that metals have free electrons. We know that the metals have free electrons. The free electrons, അടുത്ത point, the free electrons cannot normally, the free electrons cannot normally escape out of the metal surface. Escape out of the metal surface. Escape out of the metal surface. അടുത്ത point, if an electron attempt to come out of the metal, attempt to come out of the metal, attempt to come out of the metal, the metal surface acquires positive charge, acquires positive charge, positive charge. This positive charge held the electron inside the metal surface. This positive charge held the electron inside the metal surface. Last point ആയിട്ട് എഴുതിക്കോ, the process of emission of electron from a metal surface, the process of emission of electron from a metal surface is called electron emission. Is called electron emission. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയിക്കോട്ടാ. The process of emission of electron from a metal surface is called electron emission. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോൺ എമിഷൻ ഓക്കെ ആയില്ലേ? വായിക്കുമ്പോ ആ സെന്റൻസ് ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് കിട്ടും. മെയിൻ ആയിട്ട് പഠിക്കേണ്ട സെന്റൻസ് ആണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞേക്കുന്നത്. അത് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വൺ, വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, വർക്ക് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നോക്കിക്കേ, ഫൈ. എന്താണ് ഫൈ? ഫൈ പഠിച്ചിട്ടില്ലേ? ഫൈ നോട്ട്. ഫൈ ഫസ്റ്റ് ടൈം അല്ലല്ലോ കേൾക്കുന്നത്, ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ വർക്ക് ഫംഗ്ഷൻ ഫൈ. ഇനി വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, കഴിഞ്ഞ ഇപ്പൊ ഇതിനു മുമ്പ് പഠിച്ചപ്പോ നമ്മൾ എന്താ പറഞ്ഞ, ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ആ ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്നു ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നു. ഇനി ആ ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്യണം, ഈ മെറ്റൽ സർഫസിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ നമുക്ക് എസ്കേപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? ഒരു മിനിമം എനർജി അതിൽ കൊടുക്കുക. ആ എനർജി എന്ന് പറയുമ്പോൾ എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആവാം, അല്ലെങ്കിൽ റേഡിയേഷൻ ആവാം, ഇലക്ട്രിക് ഫീൽഡ് ആവാം. എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു മിനിമം എനർജി കൊടുത്താൽ മാത്രമേ ഇത് ഈ ഒരു സർഫസ് ബാരിയർ ബ്രേക്ക് ചെയ്തിട്ട് ഇതിന് പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവരൊരു പോസിറ്റീവ് ചാർജ് ഗെയിൻ ചെയ്ത് ഇതിനെ ലോക്ക് ചെയ്ത് വെച്ചേക്കണായിരിക്കും. അപ്പൊ ഈ ഇലക്ട്രോണിന് പുറത്തേക്ക് പോരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എനർജി കൊടുക്കും. ആ എനർജി കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റിൽ ഈ സർഫസ് ബാരിയർ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമം എനർജി, ആ
ആ ഒരു മിനിമം എനർജി നമ്മൾ ഇലക്ട്രോണിലേക്ക് കൊടുക്കും. എന്ത് എനർജിയാണെന്നൊന്നും പറയുന്നില്ല, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓരോ സ്റ്റെപ്പിലും ഏതൊക്കെ പ്രോസസ്സ് വഴിയാണെന്ന് നമ്മൾ പഠിക്കും. അപ്പൊ മിനിമം എനർജി റിക്വയർഡ് ബൈ ദ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദിസ് മെറ്റൽ സർഫസ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. അത്രേ ഉള്ളൂ. വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? അപ്പൊ ഒരു മിനിമം എനർജി, ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മിനിമം എനർജി. ആ മിനിമം എനർജി കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ അത് സർഫസ് ബ്രേക്ക് ചെയ്ത് അതിന് പുറത്തേക്ക് പോരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇറ്റ് ഇസ് ദ മിനിമം എനർജി. എഴുതിക്കോ. വർക്ക് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഫൈ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും വർക്ക് ഫംഗ്ഷന്റെ എമൗണ്ട് നമ്മൾ മെഷർ ചെയ്യുക. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.602 into 10⁻⁻19 ജൂൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ വർക്ക് ഫംഗ്ഷൻ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ഫൈ നോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്തോ. വർക്ക് ഫംഗ്ഷൻ ഫൈ നോട്ട്. ദ മിനിമം എനർജി വർക്ക് ഫംഗ്ഷൻ എഴുതിയ ഇറ്റ് ഇസ് എ മിനിമം എനർജി required by an electron. It is the minimum energy required by an electron to escape from the metal surface. To escape from the metal surface is called work function. ഓക്കെ, ഈ വർക്ക് ഫംഗ്ഷൻ ഈ മെറ്റലിന്റെ സർഫസിന്റെ പ്രോപ്പർട്ടീസിനെയൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്യാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു, ഒരു മിനിമം എനർജി വേണം. ഇനി നമുക്ക് ഇലക്ട്രോണിക് എമിഷനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 3 രീതിയിലാണ് നമ്മൾ ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് തെർമൽ എമിഷൻ, ഫീൽഡ് എമിഷൻ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഓക്കെ, 3 രീതിയിലാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് തെർമൽ എമിഷൻ വഴി നമ്മൾ ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ ഫീൽഡ് എമിഷൻ വഴി നമ്മൾ ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വഴി നമ്മൾ ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ 3 മെത്തേഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് 3 ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ വേണ്ടതെന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അതിൽ നിന്ന് തന്നെ ആയിരിക്കും. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആയിരിക്കും മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ തെർമൽ എമിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നോട്ട്സ് വായിച്ചു നോക്കിയാൽ മതി, ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നു എന്നുള്ളത്. തെർമൽ എമിഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും? തെർമൽ ഹീറ്റ് ആയിരിക്കും. അതായത് ഈ മെറ്റൽ സർഫസിലേക്ക് നമ്മൾ ഒരു ഹീറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റൽ സർഫസിനെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സർഫസ് ബാരിയർ ബ്രേക്ക് ചെയ്ത് ആ ഹീറ്റ് ഈ സർഫസിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ സർഫസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തെടുത്തിട്ട് ഈ സർഫസ് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ പുറത്തേക്ക് വരും. അതിനെയാണ് നമ്മൾ തെർമൽ എമിഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇതിൽ തന്നെ ഉണ്ട്, ഫീൽഡ് എമിഷൻ. ഫീൽഡ് എമിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഒരു സർഫസിലേക്ക് നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ അപ്പോഴും സർഫസിനെ ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ എന്തേക്ക് വരും? പുറത്തേക്ക് വരും. ആ ഫീൽഡ് കൊടുക്കുന്നത് 10⁻8 വോൾട്ട് പെർ മീറ്റർ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു. അതാണ് സെക്കൻഡ് ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അറിയാലോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പഠിച്ചിട്ടുള്ളതല്ലേ നേരത്തെ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി സർഫസ് വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡന്റ് ഓൺ ഇറ്റ്. അതായത് ഈ സർഫസിലേക്ക് നമ്മളൊരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് കൊണ്ടുവന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതാണ് 3 പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോട്ട് എഴുതി പോവാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കണ്ടന്റ് മനസ്സിലാക്കി വെക്കാം. തെർമൽ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? സർഫസിനെ ഹീറ്റ് ചെയ്യിപ്പിച്ച് ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? സർഫസിലേക്ക് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു, എന്നിട്ട് ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡന്റ് ഓൺ ദ മെറ്റൽ സർഫസ്. അതുവഴി നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നതിനാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടി നോട്ട് പറഞ്ഞു പോകണം, അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. പെട്ടെന്ന് പറയട്ടെ, പെട്ടെന്ന് പറയാം, വേഗം എഴുതിക്കും. തെർമിയോണിക് എമിഷൻ. ഫസ്റ്റ് വൺ തെർമിയോണിക് എമിഷൻ. തെർമിയോണിക് എന്ന് എഴുതിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് തെർമൽ എമിഷൻ എന്ന് കാണിച്ചത്. തെർമിയോണിക് എമിഷൻ, തെർമിയോണിക് എമിഷൻ വേഗം എഴുതിക്കോ. ദ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ, ദ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ when the metal is heated. The process of emission of an electron when the metal is heated. ഫസ്റ്റ് സ്റ്റെപ്പ് ആ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ കിട്ടും എന്താണ് തെർമിയോണിക് എമിഷൻ എന്നുള്ളത്.
ഓക്കെ, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഒന്ന് നോക്കിയാൽ മതി, അതിൽ തന്നെ മാർക്ക് ചെയ്ത് പോയിക്കോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ദ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ വെൻ എ മെറ്റൽ ഇസ് ഹീറ്റഡ് അപ്പ്. മെറ്റൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് വരാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് കണ്ടോ, ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ അബ്സോർബ് ഹീറ്റ് എനർജി ആൻഡ് ക്യാൻ ഓവർകം ദ സർഫസ് ബാരിയർ. ഞാൻ പറഞ്ഞില്ലേ, ഹീറ്റ് ഈ സർഫസിലേക്ക് ഹീറ്റ് വന്നു കഴിയുമ്പോൾ ഈ മെറ്റൽ ഹീറ്റിനെ അങ്ങ് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സർഫസ് ബ്രേക്ക് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതിനെയാണ് നമ്മൾ തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫീൽഡ് എമിഷനും അതുപോലെ തന്നെ, ദ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺ വെൻ എ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് in the order of 10 volt per meter is applied across the metal surface. മെറ്റൽ സർഫസിലേക്ക് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു. ഓക്കെ, ഇനി തെർമിയോണിക് എമിഷനിലെ ലാസ്റ്റ് പോയിന്റ് കണ്ട, ദ ഇലക്ട്രോൺസ് എമിറ്റഡ് ആർ നോൺ ആസ് തെർമിയോൺസ്. ഈ പ്രോസസ്സ് വഴി ഹീറ്റ് കൊടുത്തിട്ട് നമ്മളൊരു ഇലക്ട്രോണിനെ നമ്മൾ എസ്കേപ്പ് ചെയ്യിക്കുന്നുണ്ട്. ആ ഇലക്ട്രോൺസിന് നമ്മൾ പറയുന്ന പേരാണ് തെർമിയോൺസ്. എന്താണ്? തെർമിയോൺസ്. അപ്പൊ മനസ്സിലായല്ല, തെർമിയോണിക് എമിഷൻ, ഹീറ്റ് കൊടുക്കുന്നു, ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നു. ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ മെറ്റൽ സർഫസ് അബ്സോർബ് ചെയ്തിട്ട് സർഫസ് ബാരിയർ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പൊ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഇലക്ട്രോണിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അക്വിൻ പറഞ്ഞേ. തെർമിയോൺസ്. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് ഫീൽഡ് എമിഷൻ. ഫീൽഡ് എമിഷൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെ, പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ വെൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, സ്ട്രോങ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ സർഫസിലേക്ക് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ദ പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡന്റ് ഓൺ ഇറ്റ്. മെറ്റൽ സർഫസിൽ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. ഓക്കെ, വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇലിമിനേറ്റ് മെറ്റൽ സർഫസ് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ കേസിൽ നമ്മൾ എത്രത്തോളം ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ആണോ വന്ന് വീഴുന്നത് അത്രത്തോളം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എമിറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താന്ന് മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിന് നമുക്ക് എന്തെന്ന് പറയാം? ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫോട്ടോ. ഇത്രയുമാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആയിരിക്കും. അപ്പൊ ഹെർട്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ 2 സയന്റിസ്റ്റ് വന്നിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡി നടത്തി. ആ എക്സ്പെരിമെന്റ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ആ എക്സ്പെരിമെന്റ് ആയിരിക്കും എക്സാമിന് ചോദിക്കാനും പോകുന്നു. അവര് എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഏതാണ്? കോൾഡ് കാഥോഡ്. കോൾഡ് കാഥോഡ് എന്നാ കൊടുത്തിരിക്കുന്നത്. അത് നോക്കണ്ട, മെയിൻ പോയിന്റ് നോക്കിയാൽ മതി. പുറത്തേക്ക് വരുന്നത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ടൈം കിട്ടുമെങ്കിൽ ഈ ചാപ്റ്റർ ഒന്ന് ടെക്സ്റ്റ് വായിച്ചു നോക്കുക. ഇത് വായിച്ചാൽ അത്യാവശ്യം മനസ്സിലാവുന്ന ചാപ്റ്ററാ. ബാക്കി ചാപ്റ്റർ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല വായിച്ചു നോക്കാൻ. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒന്ന് വായിച്ചു. നമുക്ക് പറയുന്ന കാര്യങ്ങൾ അതിൽ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ.